വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശവും മുദ്രാവാക്യവും എന്ന് പറയുന്നത്. അപ്പോൾ വായന ഒരു കാലഘട്ടത്തിൽ സജീവമായിരുന്നു, നമുക്കറിയാം. നമ്മുടെയൊക്കെ ഒരു ചെറിയ കാലഘട്ടത്തിൽ ചായക്കടകളിലെ പത്രവായന ഉൾപ്പെടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രന്ഥശാലകൾ അന്ന് വളരെ കുറവായിരുന്നു, വളരെ വിരളമായിരുന്നു. പക്ഷേ വായിക്കാനുള്ള ഒരു ത്വര അന്നത്തെ കുട്ടികൾക്കും അന്നത്തെ തലമുറയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. അതിൻ്റെ കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുതിർന്നവരുടെ ഒരു ഇൻസ്പിറേഷനാണ്. അവർ ഈ പത്രങ്ങളൊക്കെ വായിക്കാൻ, അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ പേജ് തന്നെ, പല പേജുകൾ തന്നെ പലരും ഇങ്ങനെ കൈമാറി വായിക്കുന്ന ആ ഒരു കാലത്തിൽ നിന്ന് നമ്മൾ വളരെ അകന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അറിവുകളുടെ ഒരു കുറവും ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ നമ്മളൊരു പൊതുവിൽ ഇങ്ങനെ വായന കുറഞ്ഞു പോയി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വായനയുടെ തലങ്ങളും രൂപവും രീതിയും മാറിയെന്നതാണ് വസ്തുത. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആവറേജ് ഇപ്പോൾ രഘുനന്ദനും ഞാനും ഒക്കെ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഒരു കൃത്യമായ അളവ് മുമ്പത്തേതിനേക്കാളും കൂടുതൽ വായിക്കുന്നു. പക്ഷെ അങ്ങനെ വായിക്കുന്ന അറിവ് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വെച്ച് ആ പുസ്തകത്തിൻ്റെ ഒരിടത്ത് ഇരുന്ന് അടങ്ങിയിരുന്ന് വായിക്കുന്നതിന് പകരം ഇപ്പൊ നമ്മൾ വാട്സപ്പ് കുറിപ്പുകൾ, ഫേസ്ബുക്ക് കുറിപ്പുകൾ, ഓൺലൈൻ ന്യൂസുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പിന്നെ പല രീതിയിലും പല രൂപത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായനയോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ വായന എന്ന വാക്കിനെ എങ്ങനെ നിർവചിക്കണം എന്ന് എനിക്കറിയില്ല. ദൃശ്യവായന അത് വളരെ കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റീൽസ് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഒരു അച്ഛൻ മകനെ സ്നേഹിക്കുന്നത്, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്, ഒരു മുത്തം കൊടുക്കുന്നത്, അതൊരു പക്ഷേ ഒരു 100 പേജിലെ പുസ്തകത്തിൽ ആ അച്ഛൻ ആരാണെന്നും ആ മകൻ ആരാണെന്നും എഴുതി വന്ന് അവസാനം എത്തുന്ന ആ ഒരു നിമിഷത്തിന്റെ ആ ഒരു മൂർധന്യാവസ്ഥയെ അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിനെ വളരെ പെട്ടെന്ന് 2 സെക്കൻഡ് 3 സെക്കൻഡ് കൊണ്ട് ഒരു ദൃശ്യാനുഭവത്തിലൂടെ, ഒരു വിഷ്വൽ ട്രീറ്റിലൂടെ അതിനെ കാണിച്ചിട്ട് നമ്മൾ അതിങ്ങനെ നോക്കി വായിക്കുന്നുണ്ടാവും, നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടാവും. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞതിന് ഇപ്പൊ കഥകളൊക്കെ അല്ലെങ്കിൽ നോവലുകളൊക്കെ ഇപ്പൊ നമുക്ക് റെക്കോർഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഓഡിയോ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഈ യാത്രകളിൽ നമുക്ക് കഷ്ടപ്പെട്ടിരുന്ന് കണ്ണ് നട്ടിരുന്ന് വായിക്കാതെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിലുപരിയായി ഏതൊരു പുസ്തകവും, ഇപ്പൊ പുസ്തകം വായിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഏതൊരു പുസ്തകവും വായിച്ചുണ്ടാവുന്ന സ്വന്തം ഭാവനകളിലൂടെ സഞ്ചരിച്ചുണ്ടാവുന്ന ഒരു അറിവ് പോലെ ഇത് എത്തുകയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയല്ല? എൻ്റെ ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് അതിലുള്ളത്. ഇത് പുസ്തകം വായിക്കണം, നമുക്ക് വായനാനുഭവങ്ങൾ ഉണ്ടാകണം. വായനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിശബ്ദമായ ഒരിടത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ സ്വസ്ഥതയുണ്ട്. ആ വായനയുടെ വരികളിലൂടെ പിന്നെ ആ കഥാപാത്രങ്ങളിലൂടെയും കഥകളിലൂടെയും കാലത്തിലൂടെയും ഗ്രാമത്തിലൂടെയും ഒക്കെ സഞ്ചരിച്ചു പോകുന്ന മനുഷ്യന്റെ ഒരു അതെ, അങ്ങനെ ഒരു ഭാവത്തിന്റെ സംഗതി അതിലുണ്ട്. ഇതെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ഇതിലൊരു കാര്യമുള്ളത്, ഈ നമ്മൾ സാധാരണ പറയത്തില്ലേ, എന്താ പറയുന്നത്, ഈ ചവറ് വായനയും യൂസ്ഫുൾ വായനയും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഞാനൊരു നാടൻ വാക്കുകൊണ്ട് പറഞ്ഞത്. അതായത് ഉപകാരപ്രദമായ, ഉപയോഗപ്രദമായ, എന്തിനാ വായിക്കുന്നത്? നമുക്ക് സന്തോഷം കിട്ടാനും നമുക്കൊരു ആത്മനിർവൃത്തി ഉണ്ടാകാനും മാത്രമല്ല, നമ്മളിൽ നിന്ന് ഒരു ഡെലിവറി ഉണ്ടാകാൻ കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മളിൽ നിന്നൊരു ഡെലിവറി ഉണ്ടാകാൻ കൂടിയാണ്, നമ്മളിൽ നിന്ന് ഈ സമൂഹത്തിനൊരു സംഗതി ഉണ്ടാകാൻ കൂടിയാണ് ഈ വായിക്കുന്നത്. പക്ഷെ പലപ്പോഴും നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ഈ പറയുന്ന വായനക്കാർ അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾ വായിച്ച് അങ്ങ് ഒറ്റപ്പെട്ടു ഇവർ ഈ പൊതുസമൂഹമായിട്ടൊന്നും ബന്ധമില്ലാത്ത രൂപത്തിൽ അവരിടപെടുന്നതും പറയുന്നതും നിർബന്ധമായും വേറൊരു ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട കഴിക്കുന്നവരുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഷവർമ വിൽക്കുന്നത് പോലെ, പിന്നെ ഒരു ഉയർന്ന കടുവ് വറുക്കുന്നത് പോലെയുള്ള ഭാഷയിൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകുന്ന വേറൊരു തലത്തിൽ ഈ വായന എന്നിൽ സൃഷ്ടിക്കുന്നത് ഒരു വാതകമാണെന്നതുപോലെ, അതായത് അങ്ങനെ അങ്ങോട്ട് വായിച്ചിട്ട് പിന്നെ കുറെ മസിൽ പിടിച്ച് അതിന്റെ ഒരു സംഗതിക്കപ്പുറത്ത് ഈ സ്വാഭാവികമായി മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്ന രൂപത്തിലും ഭാവത്തിലേക്കും വായനാനുഭവങ്ങളും ആ വായനാ ശൈലിയും മാറണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ വേറൊരു കാര്യം കൂടിയുള്ളത്, ഈ അക്ഷരവായനയിലൂടെ ലഭിക്കുന്ന സംഗതി, ആ അക്ഷരവായനയിലൂടെ ലഭിക്കുന്ന സംഗതിയെ അനുഭവ വായനയിലൂടെ അനുഭവിക്കാനും മറ്റുള്ളവരെ അനുഭവിപ്പിക്കാനും കൂടി തയ്യാറായെങ്കിൽ മാത്രമേ ആ വായന പൂർണ്ണമാവുള്ളൂ. ഇപ്പൊ പണിക്കർ സാറിന്റെ അക്ഷരവായന മാത്രമായിരുന്നില്ല, പണിക്കർ സാർ അതോടൊപ്പം തന്നെ ഗ്രാമഗ്രാമാന്തരങ്ങൾ തോറും സഞ്ചരിച്ച് മനുഷ്യരോട് ആശയവിനിമയം നടത്തി
കണ്ട് കേട്ട് ഇടപഴകി അതിനുവേണ്ടി വർക്ക് ചെയ്തതാണ്. അതെ അതെ. ഇപ്പോഴെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായിക്കുന്ന ആളുകളും അല്ലെങ്കിൽ വായനക്കാരുമായ ഈ വലിയ വായനക്കാരും അല്ലെങ്കിൽ എഴുത്തുകാരുമായ ആളുകൾ അവരും ഈ വായിക്കുന്നതിലൂടെ, അറിവിലൂടെ, വായനയിലൂടെ, അക്ഷരങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ ഉണ്ടായിത്തീരേണ്ട സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് അവരും എന്തിൻ്റെയെങ്കിലുമൊക്കെ അടിമകളായി മാറി അതെ അതെ. അവർക്ക് വേണ്ടി മാത്രം എഴുതി, അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞ്, അവർക്ക് വേദനിക്കുമ്പോൾ മാത്രം ശബ്ദം ഉയർത്തി. ഞാനൊരു സ്വതന്ത്രമായ വിമർശനം അല്ല, അത് കറക്റ്റ് ആണല്ലോ. കാര്യം വായനക്കാര് ഇപ്പൊ എഴുത്തുകാരും അല്ലാത്തവരും പ്രസാധകരും ഒക്കെ നമ്മളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വായന അങ്ങനെയല്ല ശരിക്കും. വായന അങ്ങനെയല്ല ശരിക്കും. അപ്പൊ അങ്ങനെ ആയിത്തീരുകയും പിന്നെ അതോടൊപ്പം തന്നെ ഓരോ തവണയും വായിക്കപ്പെടുമ്പോഴേക്കും ഞാനൊരു വായിച്ച ആളാണ്, ഞാനൊരു അറിവുള്ള ആളാണ്, ഇവനൊക്കെ എന്തോ അറിയാം, ഇവൻ എത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭാവത്തിലേക്ക് മാറുകയും അവസാനം നമ്മളിലെ കടലിലൊക്കെ കാണുന്ന ചില പ്രത്യേകതരം മത്സ്യങ്ങളെ പോലെ ഈ പ്രകടമായി അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് തോന്നുകയും എന്നാൽ തൊട്ടാൽ കറണ്ടടിച്ച് മരിക്കുന്ന രീതിയിലേക്കും മാറുന്ന ഒരു സ്ഥിതിവിശേഷം ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് ഈ വായന യഥാർത്ഥത്തിൽ മനുഷ്യനെ കുറച്ചുകൂടി ലളിത സുന്ദര മനോഹരനാക്കണം. അതെ അതെ, തീർച്ചയായും. അവനെ അതിൽ നിന്ന് സാംശീകരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങളായി തന്നെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയണം. അവൻ വായിക്കുന്നതിലൂടെ തെരുവുകളിലേക്ക് വരണം. അതെ, അവൻ വായിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ഭാഗമാകണം. അവൻ വായിക്കുന്നതിലൂടെ ആൽത്തറയുടെ പിന്നെ തിണ്ണയിലെത്തണം. അവൻ വായിക്കുന്നതിലൂടെ ചായപ്പീടികയിലെ ബെഞ്ചിലെത്തണം. അവൻ വായിക്കുന്നതിലൂടെ പാടത്തിന് നടുവിലൂടെ നടന്നു പോകുന്ന മനുഷ്യനായി മാറണം. അതിനു പകരം ഈ വേവാതെ കിടക്കുന്ന ഒരു ചക്കക്കുരു പോലെ കൂട്ടത്തിലെല്ലാം വെന്ത് കിടക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു സംഗതി വ്യത്യസ്തമായി എന്നാണ്. ഇതിപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന വേറിട്ട ഭാവങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അക്ഷരവായനയും പ്രോത്സാഹിപ്പിക്കപ്പെടണം, അതോടൊപ്പം തന്നെ അനുഭവ വായനയും പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാരണം ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ, അവരുമായിട്ട് ഇടപെടുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതം എന്താണ്, സത്യസന്ധമായി അവരെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അക്ഷരത്തിന് ആശയങ്ങൾക്കൊരിക്കലും ജാതിയും മതവും അത്തരം സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊരു ഇഗാലിറ്റേറിയൻ ജസ്റ്റ് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാകണം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് ഇതിന്റെ ഒരു ഇൻട്രോ അങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പം നമ്മളൊരു ഈ വായിക്കാത്തവൻ സാധാരണക്കാരനെ സമീപിച്ചു സംസാരിക്കുകയാണ്. രഘുനന്ദനും ശരത്തും രണ്ട് സാധാരണക്കാരനാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ അവർ ചിലപ്പോൾ വിലക്കയറ്റത്തിന്റെ കാര്യം പറയും, അത്തരം ചില കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ സാഹിത്യകാരന്മാരെ കണ്ട് സംസാരിച്ചാൽ ഉറപ്പായും 10 മിനിറ്റത്തെ സംസാരത്തിനിടയിൽ അവർ വേറൊരു 5 സാഹിത്യകാരന്മാരെ കുറ്റം പറയും. അവരെ കൊള്ളത്തില്ല. അങ്ങനെയുണ്ടാവും.